Welcome to another class from Rasatantra Academy. Myself Annie Smitha. Plus 1 NCERT syllabus Unit 1 some basic concepts in chemistry യുടെ fourth part ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Uncertainty in measurements. അതാണ് നമ്മുടെ ടോപ്പിക്. Uncertainty. What is the word meaning of uncertainty? Not sure, അല്ലേ? നമുക്ക് കൃത്യതയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ അൺസർട്ടൻ എന്ന് പറയുന്നത്. Isn't it? അപ്പോൾ മെഷർമെൻറ്റ്സിൽ വരുന്ന അൺസർട്ടനിറ്റിയെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Now what about error? എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്റ്റേക്സ് അല്ലേ? മിസ്റ്റേക്സും അൺസർട്ടനിറ്റിയും ഒന്നാണോ? മെഷർമെൻറ്റിലുള്ള അൺസർട്ടനിറ്റിയും എററും രണ്ടും രണ്ടാണ്. എറേഴ്സ് ക്യാൻ ബി വേരിയസ് ടൈപ്സ്. ഇപ്പോൾ പേഴ്സണൽ എറേഴ്സ് വരാം. പേഴ്സണൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയുടെ മെഷർമെൻറ്റ് നടത്തുന്ന വ്യക്തിയുടെ അശ്രദ്ധ കൊണ്ടുവരുന്ന എറേഴ്സ്, കാൽക്കുലേഷനിൽ വരുന്ന എറേഴ്സ്. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ഫോൾട്ടി ആണെന്ന് വിചാരിക്കും. നമ്മൾ എന്ത് അപ്പാരറ്റസ് കൊണ്ടാണോ മെഷർ ചെയ്യുന്നത് ആ അപ്പാരറ്റസ് കേട് വന്നതാണെങ്കിൽ അത് ഇൻസ്ട്രുമെൻ്റൽ എററാണ്. ഇനി നമ്മളൊരു വെയിറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഒരു കെമിക്കലിൻ്റെ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളറിയാതെ എന്തെങ്കിലും പറന്ന് അതിനകത്ത് വന്ന് വീണിട്ട് വെയിറ്റ് എടുത്തു കഴിയുമ്പോൾ ആ പറന്ന് വന്ന് വീണ ആ വസ്തുവിൻ്റെ വെയിറ്റും കൂടെ നമ്മുടെ കെമിക്കലിൻ്റെ വെയിറ്റിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതും ഒരു എററാണ് അല്ലേ? എൻവയൺമെൻറ്റൽ എറർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എറേഴ്സ് എന്നൊക്കെ പറയാം. isn't it? അപ്പോൾ ഇതൊക്കെ മിസ്റ്റേക്സ് ആണ്, വരുന്ന തെറ്റുകൾ. പക്ഷേ അൺസർട്ടനിറ്റീസ് എന്ന് പറയുന്നത് അതല്ല. അൺസർട്ടനിറ്റീസ് ആർ ദി റേഞ്ച് ഓഫ് പോസിബിൾ values within which the true value lies. The range of possible values within which the true value lies. നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കൂ. ചിത്രത്തിൽ നിങ്ങൾക്കൊരു മെഷറിംഗ് സിലിണ്ടർ കാണാം. അതിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ വോളിയം എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു കോൺകേവ് മെനിസ്കസ് കാണാം അല്ലേ? വെള്ളം മെഷറിംഗ് സിലിണ്ടർ ഗ്ലാസ് അപ്പാരറ്റസിൽ എടുക്കുമ്പോൾ യു ക്യാൻ സീ a concave surface, isn't it? അപ്പോൾ ആ കോൺകേവ് സർഫസിൻ്റെ ലോവർ മെനിസ്കസ്, ആ ലോവർ ടിപ്പ് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ മാർക്കാണ് നമ്മുടെ റീഡിങ്. isn't it? Look here. ഇവിടെ കാണിച്ചിട്ടുണ്ട് how you take the reading. ഇവിടെ പക്ഷെ ഒരു ബുദ്ധിമുട്ടുള്ളത് 21ലും ടച്ച് ചെയ്തിട്ടില്ല, 22ലും ടച്ച് ചെയ്തിട്ടില്ല. ദ റീഡിംഗ് ഇസ് ബിറ്റ്വീൻ 21 ml ആൻഡ് 22 ml. അപ്പോൾ കൃത്യമായിട്ട് നമുക്കവിടെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദി ലോ പ്രിസിഷൻ ഓഫ് ദി അപ്പാരറ്റസ്. 1 ml താഴെയുള്ള റീഡിങ്സ് എടുക്കാൻ നമുക്ക് ഈ ഒരു മെഷറിംഗ് സിലിണ്ടർ വെച്ച് സാധിക്കില്ല. സോ ഹിയർ ദിസ് മീൻസ് ദി അൺസർട്ടനിറ്റി. പക്ഷെ നമുക്കറിയാം 21നും 22 mlനും ഇടയ്ക്കാണ് റീഡിംഗ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. isn't it? അപ്പോൾ ഇത് ഒരു നമ്മുടെ മിസ്റ്റേക്ക് ഒന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് എൻ എറർ ബട്ട് ഇറ്റ് ഈസ് എൻ അൺസർട്ടനിറ്റി അല്ലേ? ട്രൂ വാല്യൂ ഇതിലെവിടെയോ ആണ്. 21 mlനും 22 mlനും ഇടയിലാണ് നമ്മുടെ ട്രൂ വാല്യൂ. 100% പ്രിസിഷനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അൺസർട്ടനിറ്റീസ് മെഷർമെൻറ്റ്സിൽ വരുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമ്മൾ ഈ അൺസർട്ടനിറ്റീസ് മെഷർമെൻറ്റ്സിൽ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് എൻ എറർ ബട്ട് ദർ വിൽ ബി അൺസർട്ടനിറ്റീസ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ അൺസർട്ടനിറ്റീസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ യു ഹാവ് ടു റെക്കോർഡ് ഇറ്റ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വാല്യൂവിൻ്റെ ഒപ്പം എത്രത്തോളം അൺസർട്ടനിറ്റി നമ്മുടെ മെഷർമെൻറ്റ്സിൽ ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഒരു ആവറേജ് വാല്യൂ എടുത്തിട്ട് ആ ആവറേജ് വാല്യൂവിനോട് ചേർത്തിട്ട് ഒരു പ്ലസ് ഓർ മൈനസ് സൈൻ എടുത്തിട്ട് എഴുതിയിട്ട് വരാവുന്ന ഇൻക്രീസ് അല്ലെങ്കിൽ വരാവുന്ന ഡിക്രീസ് പ്ലസ് ഓർ മൈനസ് 0.5 എന്നോ 0.1 എന്നോ അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ആ അൺസർട്ടനിറ്റി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കൊടുത്തിരിക്കുന്ന ആവറേജ് വാല്യൂവിൽ നിന്നും ചിലപ്പോൾ 0.5 കൂടുതലായിരിക്കും അല്ലെങ്കിൽ 0.5 കുറവായിരിക്കും.
അപ്പോൾ യു ഹാവ് ഗിവൻ എ റേഞ്ച്. ഇതാണ് അൺസർട്ടനിറ്റിയുടെ റേഞ്ച്. ഇനി നമുക്ക് മെഷർമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ള ഒരു ടേമാണ് പ്രിസിഷൻ. പ്രിസിഷൻ എന്താണെന്ന് നോക്കാം. പ്രിസിഷൻ refers to the agreement among the measured values for the same physical quantity. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതായത് കുറേ മെഷർമെൻറ്റ്സ് ഉണ്ട് നമുക്കെന്ന് വിചാരിക്കുക. ഒരേ കാര്യം തന്നെ നമ്മൾ പലതവണ മെഷർ ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടി. അപ്പോൾ ഈ വാല്യൂസ് തമ്മിലുള്ള എഗ്രീമെൻറ്റ്, അതിനെയാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ വോളിയോമെട്രിക് അനാലിസിസ് ചെയ്യുകയാണ് രണ്ടുപേര്, രാഹുൽ ആൻഡ് ഗീത. ഒരേ എക്സ്പെരിമെൻ്റ് ചെയ്യാണ് അവർ, ഒരേ വോളിയോമെട്രിക് അനാലിസിസ് ചെയ്യുകയാണ്. രണ്ടുപേർക്കും കിട്ടുന്ന ബ്യൂററ്റ് വാല്യൂസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഹുലിന് കിട്ടുന്നത് 19.9, 19.6, 20. ഇത് സെയിം എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 3 ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കേട്ടോ. അതുപോലെ ഗീതയ്ക്ക് കിട്ടുന്ന വാല്യൂസ് നോക്കൂ, 20, 19.9, again 20. അപ്പോൾ ഇതിൽ കൂടുതൽ എഗ്രീമെൻ്റ് ഉള്ള വാല്യൂസ് ആരുടെ വാല്യൂസ് ആണ്? ഗീതയുടെ വാല്യൂസ് ആണ് കൂടുതൽ എഗ്രീമെൻ്റ് ഉള്ളത്. 2 തവണ 20 ml കിട്ടി, ഒരു തവണ ആ 20 ml ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടി, 19.9. സോ ഗീതാസ് വാല്യൂസ് ആർ മോർ പ്രിസൈസ്. അവളുടെ മെഷർമെൻറ്റിൻ്റെ വാല്യൂസ് തമ്മിൽ എഗ്രീമെൻ്റ് ഉണ്ട്. അതേസമയം രാഹുലിന് കിട്ടിയ 3 വാല്യൂസും ഡിഫറെൻ്റ് ആണ്, 19.9, 19.6, 20. So there is no precision in the measurement of Rahul, but Geeta's measurement is more precise. മനസ്സിലായില്ലേ precisionന്റെ അർത്ഥം? ഇനി അടുത്ത ടേം accuracy. Accuracy refers to the closeness of the measured value to the true value of the quantity. ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ യഥാർത്ഥ വാല്യൂ, ഇപ്പോൾ വെയിറ്റ് ആണെന്നിരിക്കട്ടെ, വെയിറ്റിൻ്റെ യഥാർത്ഥ വാല്യൂ ഒരു പർട്ടിക്കുലർ 100 gram ആണെന്ന് വിചാരിക്കും. അപ്പോൾ ആ 100 gram എന്നുള്ള വാല്യൂവിനോട് എത്രത്തോളം ക്ലോസ് ആണോ നമ്മൾ എടുക്കുന്ന മെഷേർഡ് വാല്യൂ, അത്രയും ആക്യുറേറ്റ് ആണ് നമ്മുടെ മെഷർമെൻ്റ് എന്ന് പറയാം. ദറ്റ് മീൻസ് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വെയിറ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രൂ വാല്യൂ ആണ് ആ 100 gram എന്ന് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 ഡിഫറെൻറ്റ് ഡിജിറ്റൽ മീറ്റേഴ്സാണത്, വെയിങ് മെഷീൻസ്, ഡിജിറ്റൽ വെയിങ് മെഷീൻസ്. അതിൽ ഫസ്റ്റ് വെയിങ് മെഷീൻ ഈസ് ആക്യുറേറ്റ് ബിക്കോസ് ഇറ്റ് റീഡ്സ് 100 gram ഇറ്റ്സെൽഫ്. ആ സബ്സ്റ്റൻസിൻ്റെ യഥാർത്ഥ വെയിറ്റ് തന്നെയാണ് ആ ഡിജിറ്റൽ വെയിങ് മീറ്റർ കാണിച്ചത്, അല്ലേ? പക്ഷേ രണ്ടാമത്തെ വെയിങ് മെഷീൻ കാണിക്കുന്ന വെയിറ്റ് യഥാർത്ഥ വെയിറ്റിൽ നിന്നും കുറവായിട്ടാണ്. ഇസ്ന്റ് ഇറ്റ് 98.89 gram ആണ് അവിടെ രേഖപ്പെടുത്തിയത്. സോ ദി മെഷർമെൻറ്റ് ഇസ് നോട്ട് ആക്യുറേറ്റ്. അപ്പോൾ ക്ലോസ്നെസ്, ദ മോർ ക്ലോസ് the measured value is to the true value, the more accurate your measurement is. സയൻറ്റിഫിക് കാൽക്കുലേഷൻസിൽ നമുക്ക് വളരെ വലിയ നമ്പേഴ്സിനെ രേഖപ്പെടുത്തേണ്ടതുണ്ട്, അതുപോലെ തന്നെ വളരെ ചെറിയ നമ്പേഴ്സിനെ രേഖപ്പെടുത്തേണ്ടതുണ്ടാവും. 0.00000000 അങ്ങനെ എഴുതാൻ പറ്റില്ല നമുക്ക്, ഇസ്ന്റ് ഇറ്റ്? അതുപോലെ അവഗാഡ്രോ നമ്പറൊക്കെ ആണെങ്കിൽ 602200000 അങ്ങനെ എഴുതുന്നത് ബുദ്ധിമുട്ടാണ്, അല്ലേ? 23 സീറോസൊക്കെ എഴുതി ഒരു നമ്പർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ യു യൂസ് സയൻറ്റിഫിക് നൊട്ടേഷൻസ്. അപ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വലിയ നമ്പേഴ്സിനെയും അതുപോലെ വളരെ ചെറിയ നമ്പേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ ഇസ് റിട്ടൺ ഇൻ ദി ഫോം ഓഫ് capital N into 10 raised to n, small n. ഇവിടെ ക്യാപിറ്റൽ N എന്ന് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റ് ടേം ആണ്. ഡിജിറ്റ് ടേം ക്യാൻ ബി ബിറ്റ്വീൻ 1.000 and 9.999. n can be positive or negative integers. എക്സാമ്പിൾ നോക്കൂ, ടീച്ചർ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 3568 എന്ന നമ്പറിനെ നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എങ്ങനെ എഴുതാം നോക്കൂ. 3.568 into 10 raised to 3. നമ്മുടെ നമ്പറിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, അല്ലേ? 3568 എന്നുള്ളത് നമ്മൾ ഒരു ഡെസിമൽ പോയിൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക് ഡെസിമൽ പോയിൻ്റ് ഷിഫ്റ്റ് ചെയ്തു, 3 places ഷിഫ്റ്റ് ചെയ്തു. ആ 3 placesന് വരെ നമ്മൾ
10⁻³ എന്നുള്ള പവർ ആഡ് ചെയ്തു. 3.568 ഇൻറ്റു 10⁻³. ഇനി മറ്റൊരു നമ്പർ 0.0085. അത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്തു. 3 പ്ലേസസ് ഷിഫ്റ്റ് ചെയ്തു. 10⁻³ എന്നല്ല വരുന്നത്, 10⁻³ എന്നാണ്. കാരണം നമ്മൾ ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. ഈ 0.0085 എന്നുള്ള വാല്യൂവിനെയാണ് നമ്മൾ ഈ 0.5 ഇൻറ്റു 10⁻³ എന്നാക്കി എഴുതിയിരിക്കുന്നത്. 10⁻³ ഇൻറ്റു 10⁻³ ആക്ച്വലി മീൻസ് ഡിവൈഡഡ് ബൈ 1000. 10⁻³ മീൻസ് മൾട്ടിപ്ലൈ ബൈ 1000. ക്ലിയർ ആയാലും? ഇതൊക്കെ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ സയൻറ്റിഫിക് നൊട്ടേഷൻസ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനി പ്രത്യേകം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിവേ റൂൾസ് ഒന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്താം. ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി. നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ പവേഴ്സ് സെയിം ആക്കിയിട്ടേ നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ സാധിക്കുള്ളൂ. സോ യു ക്യാൻ ആഡ് ടു സയൻറ്റിഫിക് നൊട്ടേഷൻസ് ഓൺലി ബൈ മേക്കിംഗ് ദി പവേഴ്സ്. അതായത് ആ എക്സ്പൊണൻഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, 10⁻³ 10⁻². ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാം. സേ 2.32 ഇൻറ്റു 10⁻⁴ പ്ലസ് 3.61 ഇൻറ്റു 10⁻³ ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും പവർ സെയിം ആക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഈ 10⁻⁴ എന്നുള്ളത് 10⁻³ ആക്കണം, അല്ലെങ്കിൽ ഈ 10⁻³ എന്നുള്ളത് 10⁻⁴ ആക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ നമ്പറിലെ പവർ 10⁻⁴ എന്നുള്ളത് 10⁻³ ആക്കാം. ആ 10⁻⁴ 10⁻³ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു മേക്ക് സം ചേഞ്ചസ് ഹിയർ, അല്ലേ? ഡിജിറ്റ് ടേമിൽ ചില ചേഞ്ചസ് വരുത്തണം. ഇപ്പോൾ ഡിജിറ്റ് ടേം എങ്ങനെ വരും? 23.2 ഇൻറ്റു 10⁻³ പ്ലസ് 3.61 ഇൻറ്റു 10⁻³ ഇപ്പോൾ നമ്മുടെ പവർ രണ്ടും സെയിം ആയി. ഇനി എന്ത് ചെയ്താൽ മതി? ഈക്വൽ ടു 23.2 പ്ലസ് 3.61 ഇൻറ്റു 10⁻³. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അഡിഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും റൂള്. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. 3.26 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 1.5 ഇൻറ്റു 10⁻⁻3. So these are the two numbers. എന്ത് ചെയ്താൽ മതി? ഈ ഡിജിറ്റ് ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 3.26 ഇൻറ്റു 1.5 ഇൻറ്റു 10⁻⁶ ആ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. ഒന്ന് +6ഉം ഒന്ന് -3 ആണ്. സോ ദി ആൻസർ വിൽ ബി 3.26 ഇൻറ്റു 1.5 ഇൻറ്റു 10⁻⁵. ഇനി ഡിവിഷൻ ആണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം? ഇപ്പോൾ സെയിം നമ്പേഴ്സ് 3.26 ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു 10⁻⁻3. ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 3.26 ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു 10⁻⁶ മൈനസ്
minus 3. You subtract it. So the answer will be 3.26 divided by 1.5 into 10 raised to 9. അടുത്ത ടോപ്പിക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ മീനിങ്ഫുൾ ഡിജിറ്റ്സ് നോൺ വിത്ത് സർട്ടനിറ്റി. കൃത്യതയോടുകൂടെ പറയാൻ സാധിക്കുന്ന മീനിങ്ഫുൾ ആയിട്ടുള്ള ഡിജിറ്റ്സ് ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. റൂൾസും എക്സാമ്പിൾസും കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് പിടികിട്ടും. നോക്കാം നമുക്ക് റൂൾസ് ആദ്യം തന്നെ. സോ ദീസ് ആർ ദി റൂൾസ്. ഫസ്റ്റ് റൂൾ നോക്കൂ. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു നമ്പർ എടുക്കാം. 2, 3, 5, 6 എല്ലാം നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ്സ് ആണ്. ഈ നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? എല്ലാ ഡിജിറ്റ്സും നോൺ സീറോ ആയതുകൊണ്ട് ദിസ് നമ്പർ വിൽ ഹാവ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 23.698. ഇതിലും സീറോസ് ഇല്ല. 1, 2, 3, 4, 5. There are 5 significant figures. മനസ്സിലായില്ലേ? അടുത്ത റൂൾ, സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിലുള്ള സീറോസ് ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ നമ്പർ നോക്കൂ, 23.5002. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6. 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സീറോസ് 2 ഉണ്ട്, പക്ഷെ 2 സീറോസും 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിലായതുകൊണ്ട് ദേ ആർ സിഗ്നിഫിക്കൻറ്റ്. ഇനി മറ്റൊരു നമ്പർ 70009. ഇതിൽ 1, 2, 3, 4, 5. There are 5 significant figures. 3 സീറോസ് ഉണ്ട്, പക്ഷേ 3 സീറോസും 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിലാണ്. തേർഡ് റൂൾ ഇസ് ലീഡിംഗ് സീറോസ് ആർ ഇൻസിഗ്നിഫിക്കൻറ്റ്. തുടക്കത്തിലുള്ള സീറോസ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. എക്സാമ്പിൾ നോക്കാം. 0.125. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2, 3. ഇവിടെ ഈ സീറോ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, കാരണം അത് ലീഡിംഗ് സീറോയാണ്, തുടങ്ങുന്ന സീറോയാണ്. 0.00036. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2. Only 2 significant figures because these zeros are insignificant. Leading zeros are insignificant. Fourth rule, trailing zeros are significant provided they are at the right side of a decimal point. Trailing zeros എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന സീറോസ് അല്ലേ? ഒരു നമ്പറിൻ്റെ അവസാനത്തിൽ എൻഡിൽ സീറോസ് ഉണ്ടെങ്കിൽ ആ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എപ്പോൾ മാത്രമാണ്? ഒരു ഡെസിമൽ പോയിന്റ് ഉള്ളപ്പോൾ മാത്രമാണ് ആ എൻഡിലുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 3400. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? Only 2 significant figures because these 2 zeros are not significant. അവിടെ ഡെസിമൽ പോയിന്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഈ 2 സീറോസ്, അവസാനത്തെ 2 സീറോസ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അതേസമയം 34.00 ആണ് നമ്മുടെ നമ്പർ എങ്കിൽ യു ഹാവ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ലാസ്റ്റ് റൂൾ, കൗണ്ടിങ് നമ്പേഴ്സ് ഹാവ് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണം അല്ലേ? ഇപ്പം എന്തിൻ്റെങ്കിലും എണ്ണമാണ് നമ്മൾ പറയുന്നത്. 5 pens, 10 boys, 20 eggs. ഇനി എന്തിൻ്റെങ്കിലും എണ്ണം പറയുമ്പോൾ നമ്മൾ അരപ്പേന, 3 boys അങ്ങനെയൊന്നും പറയില്ല. ഇസ്ൻ്റ് ഇറ്റ്? എക്സാക്റ്റ് ആണ്. നമ്പേഴ്സ് ആർ എക്സാക്റ്റ്. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഹാവ് ഇൻഫിനിറ്റ് significant figures. For example, 40 bottles, 40 കുപ്പികൾ,
number of significant figures will be equal to infinite. അപ്പോൾ ഇത് കൗണ്ടിങ് നമ്പർ ആണെന്ന് മനസ്സിലായാൽ അതിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം ഇൻഫിനിറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഒരു ചെറിയ ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. റൗണ്ടിങ് ഓഫ് ടു ഡെഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും, നിങ്ങൾക്ക് അറിയാം അതൊക്കെ. എന്നാലും ഒന്നുകൂടെ നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ഫസ്റ്റ് റൂള്, വെൻ ദ ഡിജിറ്റ് ടു ബി റൗണ്ടഡ് ഓഫ് ഇസ് ഗ്രേറ്റർ ദാൻ 5 then 1 is added to the preceding number. ഇപ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള നമ്പർ 5ൽ കൂടുതലാണെങ്കിൽ, ഐ വിൽ ഷോ യു. സേ 23.56. Suppose you have to round off this number to 3 significant figures. ആൻസറിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ട നമ്പർ ഏതാണ്? 6 ആണ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ട നമ്പർ. അത് 5നേക്കാൾ കൂടുതലാണ്. അപ്പോൾ റൂള് പറയുന്നത് എന്താണ്? യു ഹാവ് ടു ആഡ് 1 ടു ദി പ്രീസീഡിങ് നമ്പർ. പ്രീസീഡിങ് നമ്പർ എന്ന് പറയുന്നത് റൗണ്ട് ഓഫ് ചെയ്യുന്ന നമ്പറിൻ്റെ തൊട്ട് മുൻപുള്ള നമ്പർ. അതെത്രയാണ്? 5 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് വിൽ ബി യുവർ നമ്പർ? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 23.6. ഇനി സെക്കൻഡ് റൂൾ എന്താണ്? വെൻ ദി നമ്പർ ടു ബി റൗണ്ടഡ് ഓഫ് ഇസ് ലെസ് ദാൻ 5 then the preceding number is written as such. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള നമ്പർ 5ലും താഴെയാണെങ്കിൽ പ്രീസീഡിങ് നമ്പർ നമ്മൾ അങ്ങനെ തന്നെ എഴുതും, ആഡ് ചെയ്യുന്നൊന്നുമില്ല. 23.52 ആണ് നമ്മുടെ നമ്പർ എങ്കിൽ നമുക്കിതിനെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആക്കി റൗണ്ട് ഓഫ് ചെയ്യണം. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 2 ആണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ 5. അപ്പോൾ നമ്മുടെ പ്രീസീഡിങ് നമ്പർ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യാം. സോ ദി ന്യൂ നമ്പർ വിൽ ബി, റൗണ്ട് ഓഫ് ചെയ്ത നമ്പർ വിൽ ബി ഈക്വൽ ടു 23.5. ഇനി ലാസ്റ്റ് റൂൾ ഇതാണ്. വെൻ ദ നമ്പർ ടു ബി റൗണ്ടഡ് ഓഫ് ഇസ് 5 ആണെങ്കിൽ 1 is added to the preceding number if it is odd. ഓഡ് ആണെങ്കിൽ, പ്രീസീഡിങ് നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ 1 ആഡ് ചെയ്യും. ഈവൻ ആണെങ്കിൽ അങ്ങനെ തന്നെ നിലനിർത്തും. എക്സാമ്പിൾ കാണിച്ചു തരാം. 23.55 ആണ് നമ്മുടെ നമ്പർ. നമുക്കിത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ പ്രീസീഡിങ് നമ്പർ ഓഡ് ആണ്. സോ യു ഷുഡ് ആഡ് 1 ടു ദി പ്രീസീഡിങ് നമ്പർ. സോ ദി ന്യൂ നമ്പർ വിൽ ബി 23.6. കണ്ടോ? ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. 23.65. നമുക്കിതും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആക്കി റൗണ്ട് ഓഫ് ചെയ്യണം. 5 ആണ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. പ്രീസീഡിങ് നമ്പർ ഇവിടെ ഈവൻ ആണ്. ഈവൻ ആയതുകൊണ്ട് നമുക്ക് ആ നമ്പറിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യാം. സോ ദി ന്യൂ നമ്പർ വിൽ ബി 23.6. സോ ദിസ് ഇസ് ദി റൂൾ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.